ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇത് ഒരു മലമ്പുഴ ഡാം കാണാനായിട്ട് നമ്മൾ പോയതാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിലുള്ള കടകളാണിത്. അപ്പം പോയ വഴിക്ക് നമ്മൾ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ലപോലെ വിശന്നു. അപ്പം നമ്മൾ ചോറ്, നമ്മുടെ നാടൻ ഫുഡ്, കേരള ഫുഡ് വാങ്ങി കഴിച്ചു. അപ്പം അതിൽ ഒരു സാമ്പാർ, പിന്നെ മീൻ കറിയിൽ ചൂരയുടെ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു, പപ്പടം, അച്ചാർ, പിന്നെ ഒരു അയില മീൻ വറുത്തത് വാങ്ങിച്ചു, കൂട്ടുകറി. നല്ല അടിപൊളി ഊണായിരുന്നു. പപ്പടം. പിന്നെ നമ്മൾ കുറച്ച്, ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഉപ്പിലിട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ പാലക്കാട് നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. എല്ലാ ഐറ്റം, ക്യാരറ്റ്, നെല്ലിക്ക, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് പൈനാപ്പിളും പിന്നെ മാങ്ങായും മാത്രമാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാത്തിനും വില കുറവാണ്. അപ്പം നമ്മളിപ്പം മലമ്പുഴ ഡാമിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ്, വശമാണ് ഈ കാണുന്നത്. നിറയെ ടൂറിസ്റ്റുകൾ, നിറയെ പേര് വരുന്നുണ്ട് വണ്ടിയിലും ഒക്കെ ആയിട്ട്. നിറയെ ആളുകൾ മലമ്പുഴ ഡാം കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതുവരേക്കും ഒരു ഡാം അടുത്ത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വള്ളമൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, വള്ളത്തിൻ്റെ ഇത്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മലമ്പുഴ ഡാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഗാർഡൻ. അപ്പം ഒരു കേരള സ്റ്റൈൽ തന്നെയാണ്, എല്ലാം നല്ല പച്ചപ്പാണ് ചുറ്റിനും. അപ്പം നമ്മൾ അകത്തോട്ട് കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം നമുക്ക്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്കകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് നമ്മൾ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ വിചാരിച്ചു നിറയെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരിക്കുമെന്ന്. പക്ഷേ വെള്ളം ഒന്നും ഒഴുകുന്നില്ല. പക്ഷെ കാണാനൊക്കെ ഒത്തിരി ആളുകൾ വന്നിരിപ്പുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പഴയൊരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല പച്ചപ്പാണ്. ഉള്ളിൽ കയറിയ നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ടാങ്കിൽ വെള്ളം, വാട്ടർ ടാങ്കിൽ വെള്ളം ഇങ്ങനെ കുടിക്കാനായിട്ട് അതിൻ്റെ ഏത് സൈഡിലും വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഡാമിൻ്റെ ആ ഭാഗത്തോട്ട് നമ്മളിപ്പോൾ നടന്നു പോവുകയാണ് അങ്ങോട്ട്. അപ്പം മേളിൽ കൂടെ നമുക്ക് ഇതുണ്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയത് നല്ല വെയിലുള്ള ടൈമിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റത്തില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കുറേ ബെഞ്ചുണ്ടായിരുന്നു, ബെഞ്ചിലിങ്ങനെ ഇരുന്ന് കുറേ നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. വെയിൽ കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇങ്ങനെ ചുമ്മാ നടക്കാൻ പറ്റില്ല. ഇത് ഡാമിൻ്റെ അടുത്തുകൂടെ പോവാണ് നമ്മൾ. അപ്പോൾ താഴെ കൂടി ഇങ്ങനെ ഷട്ടർ താഴെ കുറച്ച് എന്തോ തുറന്നു വിട്ടിട്ടുണ്ട്, നല്ല കുത്തി ഒലിക്കുന്നുണ്ടായിരുന്നു വെള്ളം. അപ്പം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ്, ഡാമിൻ്റെ സൈഡിൽ കൂടെ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലീക്കാകുന്നുണ്ട് ഡാമിൻ്റെ ആ സൈഡ് ഭിത്തിയിലൊക്കെ. ഇതാണ് വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുക. അതവർ എന്തോ അവിടെ ഷട്ടർ തുറന്നു വിട്ടോ എന്താണെന്നറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ വെള്ളം നമുക്ക് അടുത്തൂടെ പോകുമ്പോഴേ പേടി വരും നമുക്ക്. ഡാമിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്.
ഇങ്ങനെ ആ ഡാമിൻ്റെ മുൻഭാഗത്തായിട്ടൊരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അതിലിങ്ങനെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അധികം ആൾക്കാർ നിൽക്കാൻ പറ്റത്തില്ല, നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി പറയും മുമ്പോട്ട് പൊക്കോളാൻ. അത് ഒരുപാട് വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല, ഒരുപാട് പേർക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു 2-3 ഒരു 10-20 പേരാകുമ്പോഴേ എല്ലാവരും പോകണം. അങ്ങനെ എൻ്റെ ഡാമിൻ്റെ മുൻവശമാണിത്. ഇത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന അത് മലമ്പുഴ യക്ഷി എന്ന് പറയില്ലേ. ഞാൻ ഇങ്ങനെ നോവലൊക്കെ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ. തൊട്ടടുത്ത് കാണാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഇങ്ങനെ അടുത്ത് തന്നെ. കേട്ടിട്ടുള്ളതല്ല, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇത് ഈ പ്രതിമ ചെയ്തിരിക്കുന്ന കലാകാരൻ ഏറ്റവും നല്ല മികച്ച ഒരു കലാകാരനാണ്. അത് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറേ പേര് അടുത്ത് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി പേര്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പോയായിരുന്നു, പക്ഷെ നമ്മളത് അപ്പോഴത്തേന് ഫോണിൻ്റെ ചാർജ് തീർന്നു, അപ്പം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മലമ്പുഴയിലെ കാഴ്ചകളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം എപ്പോഴും. ഞാൻ പരമാവധി ഞാൻ നല്ലപോലെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.